പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 29 തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ ആരംഭ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. കഴിഞ്ഞ പകൽക്കാലം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. അവൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന്, ഹല്ലേലൂയ, അത്ഭുതകരമായി നടത്തുന്നതിന്, ശ്രേഷ്ഠകരമായി നടത്തുന്നതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നീ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ആ കരമുയർത്തി പറ, എന്നെ ക്രിസ്തയേശുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കലൂടെ പറഞ്ഞ്, എന്നെ ക്രിസ്തയേശുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആമേൻ. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ആമേൻ. 98-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പറ, ഞാൻ പുതിയ പാട്ടുകൾ പാടും, കാരണം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലങ്കയും കർത്താവിൻ്റെ വിശുദ്ധ ഭുജവും കർത്താവിന് ജയം നേടിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറയാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ പറയാം, കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ, കാരണം കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? അത്ഭുതത്തെ ചെയ്തിരിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കണമേ. അപ്പോൾ അങ്ങയുടെ പേര് റാഫ യഹോവ എന്നാകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. യേശുവായുടെ അടിപ്പിടലാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാണ്. അങ്ങ് പറഞ്ഞു, ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗത്തിനകത്തു നിന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾ പുറത്തു വരട്ടെ. സകല രോഗത്തിനകത്തു നിന്നും അമ്മ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകൾക്കകത്തു നിന്നും സകല രോഗങ്ങൾക്കകത്തു നിന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, അവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനസിക സംഘർഷത്തിലൂടെ കഴിഞ്ഞു പോകുന്നവർ, മാനസിക പിരിമുറക്കത്തിനകത്തിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ബെഡ് റിഡനായി കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. കാഴ്ചശേഷി നഷ്ടപ്പെട്ടു പോയവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ കാണട്ടെ. കേൾവി നഷ്ടപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ കേൾക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ലോകവ്യാപകമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തദാസന്മാരെയും ദാസിമാരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഇന്നു മുതൽ അടുത്ത 3 ദിവസം തിരുസന്നിധിയിലായിരിക്കുന്ന തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവെ, തിരുസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ അവർക്ക് ആവശ്യമായ ദൈവകൃപ കൊടുക്കണം. ആത്മാവിൻ്റെ വലിയ ശക്തിയോടെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ നയിക്കുന്നതിനായിട്ട് സ്തോത്രം, പുതുബലം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ശക്തിപ്പെടുവാൻ ഈ പ്രാർത്ഥനയും ഉപവാസവും മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നു മുതലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന. ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസവും കർത്തൃസന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. ഈ സ്പെഷ്യൽ ഗ്രേസിൻ്റെ മാസത്തിൻ്റെ അവസാന 2 ദിവസവും
പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിലും നമ്മൾ കർത്തൃ സന്നിധിയിലായിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഈ 3 ദിവസം നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വേർപെട്ടിരിക്കുക. നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ മതി, ഇത് ഞാൻ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ദിവസമാണ്. അതിൻ്റെ അർത്ഥം ജോലിക്ക് പോകേണ്ടതാണെന്നോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്നും ഇടപെടേണ്ടെന്നോ അല്ല. പക്ഷേ നമുക്കൊരു ബോധ്യം വേണം, ഇത് എൻ്റെ പ്രത്യേക ദിവസങ്ങളാണ്, ഞാൻ കർത്താവിനോട് കൂടെ കൂടുതൽ അടുത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കണം. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ദൈവവചനം ധ്യാനിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവവചനം ധ്യാനിക്കണം. മറ്റുള്ള ആക്ടിവിറ്റീസിൽ നിന്നും കഴിവതും മാറി നിൽക്കുക. മറ്റുള്ള എൻ്റർടൈൻമെൻറ്റുകൾ കഴിവതും സോഷ്യൽ മീഡിയയ്ക്കകത്തു നിന്നൊക്കെ നമ്മൾ കഴിവതും അങ്ങ് മാറി യേശുവിനോട് കൂടെ അടുത്തിരിക്കുക. അത്യാവശ്യം മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളിൽ കൂടുതൽ സമയവും പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കയറുമ്പോൾ നമ്മളൊന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒന്ന് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല ഈ സമയം എങ്ങനെയാണ് പോകുന്നത്, മണിക്കൂറുകളാണ് പോകുന്നത്. പക്ഷേ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ വാച്ച് നോക്കും, സമയം ആയോ എന്ന് നോക്കും. കാരണം എന്നാ, അത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് തോന്നാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് നാളെയും മറ്റന്നാളും 3 ദിവസം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ആഹാരം മാത്രമല്ല മാറ്റിവെക്കേണ്ടത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. വേർഡിനകത്ത് കൂടുതൽ സമയം, ദൈവവചനത്തിനകത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. നമുക്ക് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആലയത്തിൽ വെച്ചാണ് ആരാധന ആരംഭിക്കുന്നത്. നിങ്ങൾ തക്ക സമയത്ത് ഈ സന്ദേശം കേൾക്കുന്ന സാഹചര്യമുള്ള എല്ലാവരും തക്ക സമയത്ത് ആലയത്തിൽ എത്തിച്ചേരണം. അല്ലാതെ ലൈവിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ഹബക്കൂക്കിൻ്റെ പുസ്തകം, നമുക്കെല്ലാം അറിയാവുന്നതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതുമായൊരു വാക്യമാണ്. 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഇന്നലെ നമ്മൾ കേട്ടത് യേശു ക്രിസ്തുവിനോടുകൂടെ നടക്കുമ്പോൾ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ തോൽവിയില്ല, ജയം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, കർത്താവ് എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം പറയുന്നു, ടു എവറിതിങ് ദർ ഈസ് എ സീസൺ ആൻഡ് എ ടൈം ഫോർ എവറി പർപ്പസ് അണ്ടർ ഹെവൻ. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സമയം വെച്ചിട്ടുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, അവിടുത്തെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിനും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? സമയം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതുപോലെ യെശയ്യാ 40:31 പറഞ്ഞു, അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് പരാജയമല്ല വരുന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾ ചിലപ്പോൾ ചോദിക്കാം, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യം നടന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ തോറ്റുപോയി. ഞാൻ പ്രാർത്ഥിച്ചു, ആ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചു, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് ഞാൻ തോറ്റുപോയി, എന്നേക്കുമായി പരാജയപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് താൽക്കാലികമായ ചില ഡിലേകൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരാജയവും തമ്മിൽ വ്യത്യാസമുണ്ട്. താൽക്കാലികമായി ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ താൽക്കാലികമായിട്ട് മാറ്റിവെക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളോട് നമ്മുടെ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങൾ ചോദിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സമയം അവർക്കായിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും പിന്നാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ അവരെ ചോദിച്ചാലും നമ്മൾ ചെയ്യാതിരിക്കും. കാരണം അതിനുള്ള ടൈം അല്ലെങ്കിൽ അതിനുള്ള ഒരു മെച്യൂരിറ്റി അവർക്കായിട്ടില്ല. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്, നമ്മൾ വിചാരിക്കും, കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എൻ്റെ കാര്യം നടന്നില്ലല്ലോ, ഇത്രയും ഞാൻ ഇതിൽ മുട്ട നിന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ഇത്ര ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, എന്നിട്ടും എൻ്റെ കാര്യം നടന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം കർത്താവ് എന്നെ കൈവിട്ടെന്നോ, കർത്താവ് എന്നെ മറന്നെന്നോ, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്നോ അല്ല. കർത്താവ് എൻ്റെ കാര്യങ്ങൾക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്തെ നടക്കത്തുള്ളൂ. നമ്മൾ നോക്കിയാൽ ഫറവോൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവരെ അവിടുന്ന് വിടുവിക്കും. ഹല്ലേലൂയ. കർത്താവ് അവരുടെ കഷ്ടതയും കണ്ണുനീരും ഒക്കെ കണ്ടു എന്ന് മോശയോട് പറയുന്നുണ്ട്. പക്ഷേ ഫറവോൻ അവരെ റിലീസ് ചെയ്തോ? ഇല്ല. പെട്ടെന്ന് വിട്ടോ? ഇല്ല. പലതരത്തിലുള്ള ബാധകളാൽ അവരെ ദണ്ണിപ്പിച്ചിട്ടും അവരെ പുറത്തു വിട്ടില്ല. പക്ഷേ അതിനൊരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു, അവർ പുറത്തു വരേണ്ട ഒരു സമയം. അന്ന് വെച്ചാൽ ദൈവം മൗനമായിരിക്കുന്നു, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നില്ല, കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നില്ല. അതിൻ്റെ അർത്ഥം കർത്താവ് ആബ്സെൻ്റ് ആണെന്നല്ല,
പക്ഷേ കർത്താവ് ചില സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടും ചിലത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടും ഒക്കെ ഒരുക്കുക. ചില ജോലിക്ക് വേണ്ടി നമ്മളങ്ങ് പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന ജോലി എനിക്ക് കിട്ടണം, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ലഭിക്കട്ടെ. അപ്പോഴായിരിക്കും നമ്മൾ പാസ്റ്റർമാരും ഉപദേശിമാരും ദൈവദാസന്മാരും ഒക്കെ പറയും ക്ലെയിം ചെയ്തോണം, അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മളിരുന്ന് ഭയങ്കര പ്രഖ്യാപനങ്ങളൊക്കെ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു നല്ല ദൈവവൈദ്യനാണെങ്കിൽ കർത്താവ് എന്നാ ചെയ്യും? അപ്പോൾ കർത്താവ് ചിലപ്പോൾ അത് നമുക്ക് അതിലും നല്ല ഒരെണ്ണം ഒരുക്കി വെച്ചിരിക്കുക. അതിനകത്ത് തിന്മകളൊക്കെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല. നമ്മളിരുന്ന് പറയും കർത്താവെ ചെയ്തു തന്നാട്ടെ. പക്ഷെ കർത്താവ് അതിൽ നല്ല ഒരെണ്ണം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യും? കർത്താവ് ആ സമയത്ത് അത് തരണമെന്നില്ല. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു തൻ്റെ ശരീരത്തിലെ ആ മുള്ളു മാറിപ്പോകുവാൻ. പൗലോസ് പറയും ജഡത്തിലൊരു ശൂലമിരിക്കുന്നു. ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഒരു കാര്യമുണ്ട്, അപ്പോൾ അവിടെ പറഞ്ഞ കാര്യമുണ്ടോ, പൗലോസിൻ്റെ ജീവിതത്തിൽ ആ പ്രശ്നം മാറിയില്ലെങ്കിലും അതിനെ ഓവർകം ചെയ്യാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ജോസഫിനെ സംബന്ധിച്ച് ജോസഫിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അവൻ വലിയ ആളാകുമെന്നുള്ള സ്വപ്നമാണ്. പക്ഷേ അവൻ വലിയ ആളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ കൊട്ടാരത്തിലേക്കാണോ പോയത്? അല്ല, ആദ്യം പൊട്ടക്കിണറ്റിലേക്ക്, അത് കഴിഞ്ഞ് പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്ക്, അത് കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ. ഇതൊക്കെ ഓരോ ദിവസം കൊണ്ട് നടന്നാണോ? അല്ല, വർഷങ്ങളെടുത്ത പ്രൊസീജിയറാണ്. അപ്പോൾ ഈ പ്രൊസീജിയറുകൾക്കൊക്കെ ശേഷമാണ് ജോസഫ് എവിടെ ചെല്ലുന്നത്? കൊട്ടാരത്തിൽ ചെല്ലുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൽ നടക്കുന്നവർക്ക് പരാജയമല്ല ഉള്ളത്, എല്ലായിടത്തും നിങ്ങൾക്ക് ജയമാവുള്ളത്. പക്ഷെ ചില താമസങ്ങൾ, ചില കാര്യങ്ങൾ കർത്താവ് തൽക്കാലത്തേക്കിന് മാറ്റിവെക്കുമ്പോൾ തളർന്നു പോകരുത്. അതിൻ്റെ പിൻപിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. നമ്മളിപ്പോൾ ഒരു വിത്ത് മണ്ണിനടിയിലിടുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇട്ട ദിവസം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ മണ്ണിൻ്റെ അടിയിൽ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മണ്ണിനടിയിൽ വേര് വളരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും വിത്ത് എടുത്ത് കുഴിച്ചു നോക്കിയാലോ നമുക്ക് അതിനെ മുന്നോട്ട് വളർത്താൻ കഴിയത്തില്ല. അതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും കേട്ട ദിവസം മുതൽ അതിൻ്റെ പിൻപിലുള്ള ദൈവിക പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയത്തില്ല, നമ്മളൊന്നും കാണുന്നില്ല. നമുക്കെന്നാ ചെയ്യണം? നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം പറഞ്ഞ് ദൈവിക സമയത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ തക്ക സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ, ആൻസർ വന്നാലും ഇല്ലേലും നിൻ്റെ പ്രാർത്ഥന നിർത്തരുത്. സ്തോത്രം. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, എക്സാം പരാജയപ്പെട്ടു പോയാലും ഹല്ലേലൂയ, നമ്മൾ കർത്താവിനോട് നന്ദി പറയണം. എനിക്ക് വേണ്ടി ബെറ്ററായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാലതാമസങ്ങൾ എന്തിനെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ചെറിയ പരാജയങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, താമസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോടുകൂടെ നടക്കുന്ന ദൈവപൈതലാണെങ്കിൽ, കർത്താവിനെ ആരാധിക്കുന്ന ദൈവപൈതലാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് എല്ലാത്തിനകത്തും നിങ്ങളെ കൊണ്ടുപോകുന്ന ദൈവിക പദ്ധതിയിലേക്കാണ്. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുക, വിശ്വസ്തരായി നിൽക്കുക. നിങ്ങളുടെ ഹൃദയം തകർന്നു പോകരുത്. കർത്താവിൽ നിന്ന് അകന്നു പോകരുത്, ചേർന്ന് നിൽക്കുക. അവൻ നിങ്ങളെ തക്ക സമയത്ത് അത്ഭുതമാക്കി മാറ്റും. പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കട്ടെ. കർത്താവിൻ്റെ സമയത്തെ ആശ്രയിക്കുവാനും ട്രസ്റ്റ് ചെയ്യുവാനും അവരുടെ ജീവിതത്തിൽ വരുന്ന താമസങ്ങളെയും ഡിസ്കറേജ്മെൻറ്റുകളെയൊക്കെ നേരിടുവാനുള്ള ദൈവകൃപ കൊടുത്ത് കർത്താവ് സഹായിക്കണം. പ്രത്യേക ജ്ഞാനം കൊടുക്കണം, പ്രത്യേക ശക്തി, പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക ശക്തി കൊടുക്കണം. വിശ്വാസത്തിൽ തുടരുവാനുള്ള പ്രത്യേകമായ കൃപയും സാന്നിധ്യവും കൊടുത്ത് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ താമസങ്ങളും ഒരു അത്ഭുത സാക്ഷ്യമായി മാറട്ടെ. എല്ലാ വെയിറ്റിംഗ് പീരീഡുകളും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരമുയർത്തി പറഞ്ഞ ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ താമസങ്ങളും ദൈവത്തിൻ്റെ പരമാധികാരത്തിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഗിവപ്പ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഈ ചെറിയ കാലതാമസങ്ങളിലോ ചെറിയ ഡിലേകളിലോ ഒന്നും തളർന്നു പോകത്തില്ല. ഞാൻ ഒരു അത്ഭുതമായി മാറും. ഞാൻ വിശ്വാസത്തിലാണ് നടക്കുന്നത്, കാഴ്ചയാലല്ല നടക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. കരമുയർത്തി പറ. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. We are blessed, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.